ോടെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് പറയുമ്പോൾ എത്ര അപമാനകരമായ സംഭവമാണ്. എന്നിട്ട് പ്രതിഷേധം ഉയർന്ന ഇത് മനഃപൂർവ്വം പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞല്ലോ, നിയമസഭയിൽ അവരുടെ നിലപാട് ഇതായിരുന്നു. അന്ന് ഞങ്ങൾ പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ് നിലപാട് തിരുത്താൻ തയ്യാറായത്. കേന്ദ്രം ബഫർ സോൺ തീരുമാനിക്കാനായി വന്നപ്പോഴാണല്ലോ ഇവിടൊക്കെ ഈ പത്തനംതിട്ട ജില്ലയുടെ പല മേഖലകളിലും പ്രശ്നമുണ്ടായി, ഇടുക്കിയിൽ പ്രശ്നമുണ്ടായി, അങ്ങനെ പല സ്ഥലത്തും പ്രശ്നമുണ്ടായത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോഴിത് തിരുത്തുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതാണ് വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കൽ എന്നുള്ളത്. കാരണം ഇവർ നേരത്തെ എടുത്ത നിലപാട് ഇത് തന്നെയായിരുന്നു. അപ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രത്യേകിച്ച് കാർഷിക മേഖല കർഷകരെ, കുടിയേറ്റ കർഷകർക്കെതിരായിട്ടുള്ള നിലപാടാണ് അന്നും ഇന്നും എന്നും CPM-നുള്ളത്. അതാണ് മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചത്. എന്നിട്ട് മാനിഫെസ്റ്റോ തിരുത്തുന്നു എന്ന് പറയുന്ന ആരെ കബളിപ്പിക്കാനാണ്? അപ്പോൾ ഈ പ്രോഗ്രസ് കാർഡെന്ന് പറയുന്നത് ജനങ്ങളെ വഞ്ചിക്കാനാണ്. ഒരാളും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. കേരളത്തിൽ അതിരൂക്ഷമായ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും നിലനിൽക്കുന്ന സംസ്ഥാനമാണ്. ഇവർ പറഞ്ഞതുപോലെ ആർക്കും ഇവിടെ തൊഴിൽ കിട്ടിയിട്ടില്ല. പിൻവാതിലൂടെ 2 ലക്ഷത്തോളം ആളുകൾക്ക് തൊഴിൽ കൊടുത്തു എന്നുള്ളതല്ലാതെ ഇവിടെ റിക്രൂട്ട്മെൻറ്റ് പോലും നടക്കുന്നില്ല. KSRTCയിൽ എത്ര കാലമായി റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ട്? ഒരു പറയട്ടെ, എത്ര കാലമായി KSRTCയിൽ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒക്കെ റിട്ടയർ ചെയ്ത് പോയിട്ട് വല്ല റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ടോ? എത്ര കാലമായി? PSCയിൽ 1ാം റാങ്ക് കിട്ടിയ കുട്ടിക്ക് പോലും നിയമനം കിട്ടുന്നില്ല. ഇതാണ് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അഭ്യസ്തവിധരായ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാത്ത, പഠനത്തിലുള്ള സൗകര്യമില്ലാത്ത, അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ മറ്റ് രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും പോയി പഠിക്കുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത്. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ ഒരു ഭരണമാറ്റം അനിവാര്യമാണ്. കേരള ജനത ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നു. UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത്. LDF-ന്റെ നയം അതായിരുന്നല്ലോ. സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് തട്ടിപ്പെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ കേരളത്തിൽ 97% വികസനമുണ്ടായി എന്ന് പറയുന്നത് ആളുകളെ പറ്റിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. മറ്റു വാർത്തകളിൽ